ഹലോ എവരിവൺ. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നൈസർ ഭുവനേശ്വറിൽ നിന്നും സാഫിറാണ്. അപ്പോൾ നൈസർ ഒരുപാട് സ്റ്റുഡൻസ് ഐസറിന് വേണ്ടി ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നൈസറിനെ കുറിച്ചൊക്കെ അറിയാനും ഒരു കമ്പാരിസൺ നടത്താനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒരു നൈസർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് നമ്മളുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം സാഫിറിനെ. സാഫിർ, വെൽക്കം ടു യുവർ ഷോ. താങ്ക് യു വെരി മച്ച്. സോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, റിസർച്ചിന് വേണ്ടിയിട്ടും സയൻസിന് വേണ്ടിയിട്ടും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എങ്ങനെയാണ് സാഫിർ നൈസർ ഫിഗർ ഔട്ട് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി എനിക്ക് +1 +2 കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയായിരുന്നു എനിക്ക് റിസർച്ച് ഒക്കെ പോയാൽ മതിയെന്ന്. ആ ഒരു ഉറപ്പുണ്ടായി. ബട്ട് ഞാൻ നാട്ടിൽ നോർമലി BSc ചെയ്ത് MSc ചെയ്ത് റിസർച്ചിന് പോകാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഇത് വന്നു, ഒരു കരിയർ കൗൺസിലിംഗ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഐസർ എന്ന് പറഞ്ഞ റിസർച്ചിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അന്ന് നൈസറിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഐസർ എന്ന് പറഞ്ഞിട്ട് റിസർച്ചിന് ഡെഡിക്കേറ്റഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ഒരു കരിയർ കൗൺസിലിംഗിൻ്റെ ഇടയിലാണ് അറിഞ്ഞത്. അപ്പം എനിക്ക് ഒരു ആകാംക്ഷയായി. ഞാൻ അതിനെപ്പറ്റി നോക്കി, യൂട്യൂബിലൊക്കെ അടിച്ചു. വളരെ സ്കാർസ് ആയിരുന്നു ഐസറിനെ പറ്റിയുള്ള കണ്ടന്റ്. ഓൾറെഡി യൂട്യൂബിലൊക്കെ സ്കാർസ് ആണ്. പക്ഷേ അങ്ങനെ ഐസറിനെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഇതാണ് എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഐസർ പോകാന്നുള്ള ഒരു തീരുമാനിച്ചൊക്കെ നിൽക്കുക. പിന്നെ ഐസറിനെ പറ്റിയുള്ള കൂടുതൽ ഇതിലാണ് ഞാൻ വീണ്ടും ഡിസ്കവർ ചെയ്തത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇന്ത്യയിൽ നൈസർ ഉണ്ട്, CEBS ഉണ്ട്, IISc ഉണ്ട്. ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ റിസർച്ച് 100% റിസർച്ചിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്തുണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്ന് മനസ്സിലായത്. ഞാൻ ഐസറിനെ പറ്റി പഠിക്കുകയും പ്രത്യേകിച്ച് IITക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് വേറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ നൈസറിനെ പറ്റി അറിയുന്നത്. അപ്പം നൈസറിനെ പറ്റിയുള്ള സ്കാർസ് ഐസറിനേക്കാൾ ഈവൻ സ്കാർസ് ആണ് നൈസറിനെ പറ്റിയുള്ള കണ്ടന്റ്. അപ്പം അത് ഞാൻ കുറച്ചും കൂടെയൊക്കെ നോക്കി, യൂട്യൂബിലൊക്കെ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ഇതായിട്ട് തോന്നിയത് നൈസർ. കാരണം അവിടുത്തെ ഫീ സ്ട്രക്ചറും സ്റ്റൈപ്പൻഡ് ഫെസിലിറ്റീസും ഒക്കെ അത് ഫിനാൻഷ്യലി കുറച്ച് ബേർഡനിങ് ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ പലരോടും ഡിസ്കസ് ചെയ്തായിരുന്നു ഐസർ വേണോ എന്നുള്ളത്. ലൈക്ക് എൻട്രൻസ് എക്സാമിന്റെ ടഫ്നെസ് അതൊന്നും നോക്കാതെ നമ്മളൊരു ഡ്രീം ഉറപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ പലരും പറഞ്ഞത് ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നൈസർ വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഐസറിലെ സ്റ്റുഡൻസിനോട് ഡിസ്കസ് ചെയ്തു. നൈസറിലെ സ്റ്റുഡൻസിനോട് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ എനിക്ക് അത്ര പരിചയം ഇല്ലായിരുന്നു ആരും. പക്ഷെ പല ഐസറിലെ സ്റ്റുഡൻസിനോട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പം ചിലർ പറഞ്ഞു ഇറ്റ് ഡസൻറ്റ് ആക്ച്വലി മാറ്റർ, അത് നിങ്ങൾക്ക് പോകേണ്ട ഫീൽഡ്. ഓക്കെ, അതൊക്കെ ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ലുക്ക് ഫോർ ലാബ്സ്. കാരണം ഓരോ നൈസറിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യാലിറ്റി. ഓരോ ഐസറിനും IIScക്കും ഒക്കെ സെർട്ടൻ ലാബ്സ്, ആ ലാബ്സിനാണ് കാര്യമുള്ളത്. അപ്പം അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ നോക്കലാണ് ഏറ്റവും മുൻകൂട്ടി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എന്തോ ഒരു +2 ആ ഒരു ഹരത്തിൽ റിസർച്ച് വേണം എന്നുള്ളൊരു ഇതിൽ പോകാൻ തീരുമാനിച്ച് അങ്ങനെ നോക്കി. ഒരു ഓവറോൾ ഇതിൽ നൈസർ, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയ നൈസർ ഡിസൈഡിങ്, കാരണം ഒഡീഷയിൽ പോയി നിൽക്കുക, വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതും അത് വീട്ടുകാർക്ക് കുറച്ചതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഫീസ് കുറവാന്നുള്ള ഡിഫറൻസ് ഫാക്ടറും, പിന്നെ വേറൊരു ഭയങ്കര അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൈസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെയും ഹോമി ജെ ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഡയറക്ടർ അണ്ടറിൽ വരുന്നതാണ്. അത് എനിക്ക് കാരണം കുറച്ചും കൂടി ഒരു റിസർച്ച് എക്സ്പോഷ്യർ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അത് കാരണം ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ നൈസറിൽ എത്തിയതിന് ശേഷം അവിടുത്തെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്താ വരുന്നത്? അതായത് ഒരു +2 പഠിക്കുന്ന ആൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ് ആണ്. അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? എത്ര വർഷമാണ് വരുന്നത്? ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ് ടോട്ടൽ 5 ഇയേഴ്സിന്റെ കോഴ്സാണ്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എല്ലാ സബ്ജക്ട്സും പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇങ്ങനത്തെ 4 മേജറുകളും, പിന്നെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ്, ഇങ്ങനെ 3 മയറുകളും വരുന്നുണ്ട്. വരും കൊല്ലങ്ങളിൽ നൈസറിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ, എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസിന്റെ മേജറുകൾ കൊണ്ടുവരാൻ ഉള്ള പണികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ കറന്റ് എൻ്റെ ബാച്ചിന് ഉള്ളതും എനിക്ക് തോന്നുന്നു എൻ്റെ നെക്സ്റ്റ് ബാച്ചിനുള്ളതും ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നു.
പിന്നെ നൈസറിൽ അങ്ങനെ ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ട് സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഇയറിലെ CGPA ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രീം അലോട്ട്മെന്റ് അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് മാത്തമെറ്റിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസ്, ഈ 4 സ്കൂളുകൾക്കും നമുക്ക് എന്ത് കിട്ടും, സെലക്ഷൻ കിട്ടും നമ്മുടെ ഇതിന്റെ ബേസ് CGPA ബേസ് ചെയ്ത്. ബട്ട് 99% ഓഫ് സ്റ്റുഡൻസ് വിൽ ഗെറ്റ് വാട്ട് ദേ വാണ്ട്. എന്റെ ബാച്ചിലൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ല എന്ന്. ബട്ട് ഓൾമോസ്റ്റ് എവരി വൺ ഗോട്ട് വാട്ട് ദേ വാണ്ട്. അങ്ങനെ ആ ഒരു ഇതുണ്ട്. അങ്ങനെ സ്ട്രീം അലോട്ട്മെന്റ് സെക്കൻഡ് ഇയറിൽ നടക്കും. ഇപ്പൊ എന്റെ സ്ട്രീം അലോട്ട്മെന്റ് ഇപ്പൊ കറന്റ് നടന്ന് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ട്രീം കിട്ടിയ പിന്നെ നമ്മളെല്ലാം സ്ട്രീം കിട്ടിയ പിന്നെ നമുക്ക് ഓപ്ഷൻസ് നമ്മുടെ സ്ട്രീമിൽ അവര് 4 മേജർ കോർ കോഴ്സ് എന്ന് പറയും. ആ മേജറിലെ ആ കോർ കോഴ്സിനാളും കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു ഔട്ട് ഓഫ് സ്ട്രീം എലക്റ്റീവ് ഓപ്ഷൻ, അതിനുശേഷം 2 എലക്റ്റീവ്സ്. നോർമലി ഒരു ഔട്ട് ഓഫ് സ്ട്രീം എലക്റ്റീവും ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഇത് എലക്റ്റീവ് എടുക്കലാണ്. പക്ഷെ എന്റെ ബാച്ച് മുതൽ സെക്കൻഡ് ഇയറിൽ ഔട്ട് ഓഫ് സ്ട്രീം എലക്ഷൻ അഥവാ നോർമലി ഞങ്ങൾ മാത്ത് ഫിസിക്സുകാരാകുമ്പോൾ കൂടുതലും മാത്തോ ബയോളജിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഔട്ട് ഓഫ് സ്ട്രീം എലക്റ്റീവ് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോർമലി ഇപ്പൊ എന്റെ തൊട്ട് മുന്നിലുള്ള സീനിയേഴ്സിന്റെ ഒക്കെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫിസിക്സുകാരൻ ആണെങ്കിൽ 4 ഫിസിക്സ് കോഴ്സ് അതിന്റെ ഒപ്പം ഒരു മാത്ത് കോഴ്സ് എലക്റ്റീവ് ആയിട്ട് എടുക്കും. ലീനിയർ അൽജബ്ര പോലത്തെ ഒരു കോഴ്സ് മാത്ത് കോഴ്സ് എലക്റ്റീവ് ആയിട്ട് എടുക്കും. ആൻഡ് ഒരു ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിലെ ഒരു കോഴ്സും എലക്റ്റീവ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഇത് ടോട്ടലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അതിൻ്റെ കൂടെ ലാബ്സും. ബട്ട് എൻ്റെ സ്ട്രീം വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത് സെക്കൻഡ് ഇയറിൽ ഔട്ട് ഓഫ് സ്ട്രീം എലക്റ്റീവ് ഇല്ല. അഥവാ ആ മാത്ത് കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുക. ഈ 4 മേജർ സ്ട്രീംസിൽ നമ്മുടെ സ്ട്രീം അല്ലാത്ത ഏത് സ്ട്രീമും നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രീം ഇത് മുതൽ തേർഡ് ഇയറിൽ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ സെയിം ഇതാണ്. 4th ഇയർ മുതൽ നമ്മൾ ഒരു ലാബിലൊക്കെ ജോയിൻ ചെയ്യും. നമ്മളൊരു ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് 5th ഇയർ പ്രൊജക്ട് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഫിസിക്സ് അത് മേജർ വെച്ചിരിക്കും. ചിലർക്ക് 2 കോഴ്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട് 5th ഇയറിൽ. ബട്ട് 5th ഇയർ മേജർ നമ്മുടെ തീസിസ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇനി ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, ചില ആളുകൾക്ക് ഇപ്പൊ ഐസർ പൂനെയൊക്കെ കിട്ടാനുള്ള ഒരു മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കറിയാം സാഫിറിനും ഐസർ പൂനെന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. അതിനുശേഷം നൈസർ കിട്ടി. അപ്പൊ ഒരു കമ്പാരിസൺ ഉണ്ടാവുമല്ലോ. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഐസർ ഉണ്ട്, ഒരു വശത്ത് ഒരു നൈസറും ഉണ്ട്. അപ്പൊ ആ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? അതായത് ഒരു കുട്ടി എന്തൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരു കമ്പാരിസൺ നടത്തേണ്ടത്? എന്തായിരുന്നു സാഫിർ ലാസ്റ്റ് നൈസറിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താ ഫീൽഡ് വേണ്ടതെന്നൊക്കെ നല്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ആ ലാബ് ബേസ് ചെയ്തൊക്കെ ഇതാക്കാം. ബട്ട് അത് ആക്ച്വലി അത് ഞാൻ യോജിക്കുന്നില്ല. കാരണം നൈസറിലെത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുമ്പോൾ നമ്മൾ പുതിയ ലോകത്തോട്ട് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പം പലരും വേറെ ഫിസിക്സേ എടുക്കുള്ളൂ എന്ന് വന്ന് ആക്ച്വലി ബയോളജി ഒക്കെ പഠിച്ചപ്പം ഇഷ്ടപ്പെട്ട് എടുത്തവരും, അതുപോലെ ഫിസിക്സ് പറ്റത്തില്ല അല്ലെങ്കിൽ മാത്സ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് പഠിച്ചപ്പോ ഓക്കെ ഞാൻ ഇതുവരെ പഠിച്ചതല്ല ഈ ഒരു അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്സ് അതൊക്കെ പഠിച്ചപ്പം ഇഷ്ടം തോന്നി എടുത്തവരുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതിനോട് ഞാൻ അധികം യോജിപ്പില്ല. എന്നാലും അങ്ങനെ അതൊരു ഫാക്ടറായി കണക്കാക്കാം. നമുക്ക് ഒരു സെറ്റ് ഗോൾസ് ഉണ്ടെങ്കിൽ. ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് അങ്ങോട്ട് ചെന്നാൽ ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ഞാൻ നോക്കിയ ഫാക്ടേഴ്സ്, ഞാനൊരു കോമൺ ഒപ്പീനിയൻ നെറ്റിലുള്ളതും നമ്മുടെ പല ഫോറം വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ അങ്ങനെ ഒരു കോമൺ ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ഒപ്പീനിയൻ സ്ലൈറ്റ്ലി ഉണ്ടായത് നൈസർ ഈസ് വെരി സ്ലൈറ്റ്ലി ബെറ്റർ എന്നാണ് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ ഇതാക്കിയത്. പിന്നെ അല്ലാന്ന് പറഞ്ഞവരും എന്നോട് ഐസർ കൊൽക്കത്ത സജസ്റ്റ് ചെയ്ത് പലരും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി അതൊരു പുഷിംഗ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വളരെ രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ബട്ട് ഫീസ് എനിക്ക് വളരെ ഒരു അട്രാക്റ്റീവ് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട്. കാരണം എൻ്റെ ബാച്ചിന് പെർ സെമിസ്റ്റർ 9,800 ആണ്. അങ്ങനെ ബട്ട് ഒരു മന്തിൽ തന്നെ ഞങ്ങൾക്ക് 5,000 സ്റ്റൈപ്പൻഡ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. അതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 2 സ്കീം ഉണ്ട് സ്റ്റൈപ്പൻഡ് സ്കീം, ദിശ ആൻഡ് ഇൻസ്പയർ സ്റ്റൈപ്പൻഡ് ഐസർ സ്റ്റുഡൻസിനും പരിചയം ഉണ്ടാവുന്ന സ്കീമാണ്. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന. അതിന് കുറച്ച് ക്രൈറ്റീരിയൻസും ഉണ്ട്. നൈസറിൽ ഇൻസ്പയർ ഇല്ലാത്തവർക്ക്
ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ദിശ. അപ്പം നൈസറിൽ അഡ്മിഷൻ കിട്ടിയാൽ എല്ലാവർക്കും സ്കോളർഷിപ്സ് ഉണ്ട്. ടോട്ടൽ ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടൽ ഓഫ് 86,000 പെർ ഇയർ. അതിൽ 60,000 12 മന്ത്സിലൂടെ 5,000 ആയി കിട്ടും. ഈവൻ നമുക്ക് ഇപ്പം സെം ലീവ് ആകുമ്പോഴൊക്കെ 5,000 വെച്ച് കിട്ടും. പിന്നെ 20,000 ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഗ്രാൻഡ് ആയിട്ട് കിട്ടും. ആൻഡ് 6,000 ബുക്സ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കുന്ന ടൈമിൽ നമ്മൾ വാങ്ങേണ്ട ആവശ്യകരമായ വരുന്ന ബുക്കുകൾ അതിനൊക്കെ നമുക്ക് ഗ്രാൻഡ്. അതെങ്ങനെയാ ഈ റീഇംബേഴ്സ്മെന്റ് ആയിട്ട്? റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ഈ ഇന്റേൺഷിപ്പിന് കിട്ടുന്ന 20,000 റീഇംബേഴ്സ്മെന്റ് ആയിട്ട്. നമുക്ക് എന്തൊക്കെ ചെലവുകൾ വന്നു അത് 20,000 അണ്ടറിൽ വരുന്ന ചെലവുകൾ മൊത്തം അവര്. അപ്പൊ നമുക്ക് വന്ന ഒരു ചെലവ് 17,000 18,000 ആണെങ്കിൽ 18,000 കിട്ടും. അതെ, 20,000 വരെ കിട്ടും. അതെ അതെ. ഇനി നമ്മള് നൈസറിന്റെ അകത്തുള്ള ഒരു ലൈഫ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ഹോസ്റ്റൽ ലൈഫ്? അവിടുത്തെ ഇപ്പം ഒഡീഷയിലാണുള്ളത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചർ? കേരളത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോകുമ്പോ എന്താ ഫീൽ ചെയ്യാ? കേരളത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഇപ്പൊ ഞാനൊക്കെ പ്രത്യേകിച്ച് ഫുഡ് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ഫാക്ടർ ആയിരുന്നു. അപ്പം ഒഡീഷയിലെ ഫുഡ് ഐ തിങ്ക് ആദ്യം അതിനെപ്പറ്റി തന്നെ പറയാം. കുറച്ചൊന്ന് പരിചയമാവാൻ ഒരു ടൈം എടുക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാവണം എന്നില്ല. ഒഡീഷയിലെ ഫുഡ് കുക്കിംഗ് സ്റ്റൈലൊക്കെ കേരളത്തിൽ നിന്ന് കോസ്റ്റ്ലി ഏരിയ ആയതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു പരിധി വരെയൊക്കെ കേരളത്തിലെ ആയിട്ട് ഇതാണ്, ബട്ട് കുറച്ചൊക്കെ കുക്കിംഗ് സ്റ്റൈലൊക്കെ കേരളത്തിലെ വ്യത്യാസമാണ്. അപ്പൊ ഫുഡ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അഡ്ജസ്റ്റിംഗ് ഫുഡിന്റെ കാര്യത്തിൽ. പിന്നെ ഹോസ്റ്റൽ ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ഹോസ്റ്റൽ സർവീസ്, ഫെസിലിറ്റീസും കാര്യങ്ങളും. നമുക്ക് ഇപ്പൊ എന്റെ ബാച്ചിലെ 24 ബാച്ചിലെ ബോയ്സിന് എല്ലാവർക്കും ഒരു ഹോസ്റ്റലാണ്. അത്യാവശ്യം ഒരു റൂമിൽ 2 ആൾക്കാർ വെച്ചിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും സെപ്പറേറ്റ് ഫാൻസ്, സെപ്പറേറ്റ് കബോർഡ്സ്, അതൊക്കെ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള, ഓവർ സ്പേഷ്യസും ലക്ഷറി ഒന്നും അല്ലെങ്കിൽ വെരി കോമ്പാക്ട് ആയിട്ടുള്ള ഒരു റൂം. പിന്നെ നൈസറിൽ വൈഫൈ അതിനെ പറ്റി പറഞ്ഞത് ലാൻ സിസ്റ്റം ആണ്. നമുക്ക് വൈഫൈ റൂട്ടർ അല്ല, എല്ലാവർക്കും ഒരു ലാൻ സോക്കറ്റ് ഉണ്ടാവും. അപ്പൊ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം വെറുതെ ബെഡിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ ലാൻ കണക്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്, വള്ളി വലിച്ച് ഇതാക്കും. പിന്നെ ഫോണിലേക്ക് ഡയറക്റ്റ് പറ്റില്ല. പക്ഷേ എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ്, റൂട്ടറിനൊക്കെ എത്രയോ ഭയങ്കര ഫാസ്റ്റിൽ നമുക്ക് ലാൻ കണക്ഷൻ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ലാൻ കണക്ട് ചെയ്താണ്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യാറ് ജസ്റ്റ് ലാപ്പിൽ ലാൻ കണക്ട് ചെയ്ത് ഓൾ ദ ടൈം ഇട്ടിട്ട് ലാപ്പിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ഇടാനാണ്. സോ വേറെ റൗട്ടറിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഈ റൗട്ടർ തന്നെ റൗട്ടർ നമ്മൾ വാങ്ങിയാൽ ലാൻ കുത്തിയാൽ അതും മതി. എനിക്കിങ്ങനെ ആവശ്യകത തോന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ. അത് പിന്നെ അവിടെ ഉണ്ടാവുന്ന ഒരു മല്ലു കമ്മ്യൂണിറ്റി ഒക്കെ എങ്ങനെ? ഒരു ബാച്ചിൽ ഏകദേശം എത്ര? ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചൊരു കാര്യം അവിടുത്തെ മല്ലു കമ്മ്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ നൈസർ എടുത്ത ഡിസിഷൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് 100% എനിക്ക് വേറെ എവിടുന്ന് ഓഫർ ഒന്നാലും ഞാൻ പോവില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് ടൈം ട്രാവൽ ചെയ്ത് പോവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അവിടുത്തെ മല്ലു കമ്മ്യൂണിറ്റിയും ഞങ്ങളുടെ മല്ലു സീനിയേഴ്സ് ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും അത് 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 നൈസറിൽ എൻ്റെ ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടർ അത് തന്നെ ആവും. കാരണം ഞാൻ എത്തുന്നതിന്റെ മുന്നേ നൈസറിൽ ഒരു മല്ലൂസിന് ഞാൻ തപ്പി കുറേ. എനിക്ക് ഐസറിനൊക്കെ ആൾക്കാർ അറിയാം, നൈസറിലെ മല്ലൂസിന് ഒരാളും കിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. മല്ലൂസ് ഒന്നും ഇല്ല. എസ്പെഷ്യലി എനിക്ക് ഹിന്ദിയൊക്കെ ഒന്നും അവിടെ എത്തുന്നവരെ അറിയില്ലായിരുന്നു. അപ്പം ഭയങ്കര മിക്സിങ് ആവാൻ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. മിക്സിങ് ആവാൻ ഭയങ്കര പ്രശ്നമാണെന്നുള്ളൊരു പേടിയിലൊക്കെ ഞാൻ നൈസറിലോട്ട് എത്തിയത്. പക്ഷേ ഞങ്ങൾ നേരെ ഒരു അവിടുത്തെ മല്ലൂസ് ഉണ്ടാക്കി വെച്ചൊരു കംഫർട്ട് സ്പേസിലോട്ടാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത് തന്നെ. ഓൾമോസ്റ്റ് 100+ അംഗങ്ങൾ വരുന്ന ഒരു മല്ലു ഫാമിലി അവിടെ ഉണ്ട്. ഓൾ ഇയർ PhDs ഒക്കെ കൂട്ടിയിട്ട് അവിടുത്തെ 3rd ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി മല്ലൂസ് ആണ്. അത് ഫസ്റ്റ് ഐ തിങ്ക് വെസ്റ്റ് ബംഗാൾ, ഒഡിയ, അവർ തന്നെ. ഒഡീഷക്കാർ വെസ്റ്റ് ബംഗാളിലെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അതെ. അപ്പം 3rd വളരെ ലാർജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മല്ലൂസ്. നമുക്ക് എപ്പോഴും ഒരു മലയാളി നമ്മുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളെ സീനിയേഴ്സ് ഇപ്പൊ എൻ്റെയൊക്കെ ഇപ്പൊ ഫുൾ ഞങ്ങൾ ഫുൾ അവരുടെ ഒരു അവര് ഞങ്ങൾ എടുത്ത് കൂടെ നടക്കുന്ന ഒരു ഇതാണ്, ഒരു ബിഗ് ബ്രദേഴ്സ്. യെസ്, ഓഫ് കോഴ്സ്. ആ ഒരു ഭയങ്കര നൈസ്. എനിക്ക് തോന്നുന്നു നൈസറിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ലൈക്ക് എന്തെന്ന് പറഞ്ഞാൽ 100% എല്ലാ പ്രശ്നങ്ങൾക്കും അക്കാഡമിക് ആയിട്ടും നോൺ അക്കാഡമിക് ആയിട്ടും വളരെ രീതിയിൽ ഞങ്ങൾക്ക് കൂടെയുള്ള ആൾക്കാരാണ് നൈസറിൽ. അതുകൊണ്ട് അതാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, ലൈക്ക് എനിക്ക് ഒരിക്കലും നൈസറിലെ സ്ട്രെസ്സോ ഒന്നും അതൊക്കെ എന്ത് വന്നാലും ഡീൽ ചെയ്യാൻ അവിടെ ഐ ഹാവ് മൈ പീപ്പിൾ. ആ ഒരു ധൈര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വേറൊരു സ്ഥലത്ത് ഓഫർ കിട്ടിയാൽ
ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് നൈസർ ഒറ്റപ്പെട്ട സ്ഥലം അല്ലെ, മലയാളികളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പേടിന്റെ ആവശ്യമില്ല. ഇല്ല. അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രം. കാരണം ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് അതിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ നൈസർ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ഒക്കെ എഴുതിയിട്ട് കിട്ടുന്ന സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 200 കുട്ടികൾക്ക് അത്രയും കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അവിടെ പോയ ഭയങ്കര പഠിപ്പിസ്റ്റുകൾ, മുഖത്ത് നോക്കാത്ത ആൾക്കാർ, അങ്ങനത്തെ ഒക്കെ ഒരു വൈബായിരിക്കും. എങ്ങനെയാണ് അവിടെ ഉള്ള ഒരു അക്കാഡമിക്സിന്റെ പുറമേ ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്? എങ്ങനെയാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ? ആക്ച്വലി നമ്മളിങ്ങനെ വിചാരിക്കും ഓൾമോസ്റ്റ് ഈ 200 എന്ന് പറഞ്ഞാൽ ടോപ്പ് 200 ഓഫ് ഇന്ത്യയിൽ തന്നെ വളരെ ടോപ്പ് പ്രീമിയം, അതെ, റിസർച്ച് തലക്ക് പിടിച്ച്. നോ, അങ്ങനത്തെ ലൈക്ക് നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ അല്ല. എല്ലാവർക്കും ഇപ്പം ഭയങ്കര എന്താണ്, നമ്മുടെ പണ്ടത്തെ അതിപ്പം ടോപ്പ് IITs പോയപ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ആ ഒരു ഫുൾ ടൈം പഠിക്കാൻ മുഖത്തോക്കത്തെ ഇപ്പൊ എല്ലാവരും എന്താണ്, എല്ലാവരും ആ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ. ലൈഫ് ഓവർ എനിത്തിങ് ബട്ട് നമ്മൾ ഇതാക്കരുത്. വെരി സെറ്റ് ഗോൾസ് ഉള്ള, ഞാൻ പല കണ്ട് ഞാൻ ഭയങ്കര അതുപോയിട്ടുണ്ട്. വെരി സെറ്റ് ഗോൾസ് ഇൻ ലൈഫുള്ള വളരെ ചിട്ടയുള്ള ആൾക്കാരാണ്, വളരെ ബുദ്ധിയുള്ള ആൾക്കാരുമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. ബട്ട് പിന്നെ നൈസിൽ ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ നമുക്കൊരു ഇന്റിമിഡേഷൻ ഒക്കെ ഫീൽ ചെയ്യും. കാരണം ദർ വിൽ ബി സം വെരി എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. ബട്ട് അവരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് രാവിലെ 8:30 to 12:30 ഉള്ളൂ. അതിൽ തന്നെ മിക്കവാറും ഒരു പീരീഡൊക്കെ ഫ്രീ, 4 സ്ലോട്ട്സ്, ഒരു പീരീഡ് ഫ്രീ ആവും. അത് കഴിഞ്ഞിട്ട് ലാബ്, ആഴ്ചയിൽ 2 ദിവസം ലാബ്, ബാക്കിയുള്ള ഫുൾ നമുക്ക് ഫ്രീ ടൈമാണ്. പഠിക്കാം, അത്യാവശ്യം കോഴ്സ് ലേശം ടു ദ ടഫ് സൈഡാണ്, കുറച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലും അതിന് ശേഷമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് നല്ല ടൈമുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ആണെങ്കിൽ ഇച്ചിരി ഫുട്ബോളൊക്കെ കളിക്കുക, ഫ്രണ്ട്സിനൊപ്പം ഹാങ് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെയാണ് മെയിൻ പരിപാടി. അതുപോലെ എല്ലാവർക്കും ചേർന്ന ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള ഒരു ഇതുണ്ട്. അറ്റ്ലീസ്റ്റ് അതെ, ബാലൻസ്ഡ് ആണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാതെ റൂമിൽ ചടച്ചിരിക്കുന്നവരെയും. അതായത് പ്യൂർലി അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. നോട്ട് ജസ്റ്റ് പ്യൂർലി അക്കാഡമിക്സ്, എന്താണ് ഞാൻ പറയുന്നത്, ലൈക്ക് ബാലൻസ്ഡ് ആണ്, ബട്ട് നിങ്ങൾ അതിന് മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ എനിക്ക് കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതെടുക്കണം. അല്ലാതെ ആരും നിങ്ങളെ വന്ന് കളിക്കാതെ പറ്റില്ല, അതില്ല. എനിക്ക് കളിക്കണം, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്ക് ഏത് സ്പോർട്ടും അവിടെ കളിക്കാം. ആ ഒരു നമ്മള് നൈസറിന്റെ അകത്തുള്ള ഒരു ലൈഫ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നൈസറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഒരു 1 വീക്ക് ഒരു ഡെയിലി റുട്ടീൻ എന്താ? രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പരിപാടികൾ എന്തൊക്കെയാ ഡെയിലി റുട്ടീൻ? ഫസ്റ്റ് ഇപ്പോൾ ഞാൻ മൺഡേ തന്നെ തുടങ്ങും. രാവിലെ 8:30 ക്ലാസ്. അതിന്റെ മുന്നേ നേരത്തെ എണീച്ച് ജിമ്മിൽ പോകേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. 8:30 ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. നൈസറിലെ സ്ലോട്ട്സ് 8:30 to 12:30 ഡിവൈഡ് ഇൻടു 4 സ്ലോട്ട്സ് ആണ്. 8:30 to 12:30 noon. 12:30 noon. ആ 4 hours ഈച്ച് അവർ ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 4 സ്ലോട്ട്സ്. ഈ 4 സ്ലോട്ട്സ് A, B, C, D സ്ലോട്ടിൽ ആവും നമ്മുടെ ക്ലാസ് നടക്കാൻ പോകുന്നത്. നോർമലി ഫസ്റ്റ് സ്ലോട്ടിൽ ക്ലാസ് ഉണ്ടെങ്കിൽ 8:30 നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ഫസ്റ്റ് സ്ലോട്ട് ക്ലാസ്സുകൾ ഉണ്ടാവില്ല, അപ്പം 9:30 റിപ്പോർട്ട് ചെയ്താൽ മതി, അങ്ങനെയാണ്. പിന്നെ നൈസിലൊരു സ്ട്രിക്റ്റ് 85% അറ്റൻഡൻസ് റൂൾ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സുകൾ എന്തായാലും സ്കിപ്പ് ആക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അങ്ങനെ 8:30 to 12:30 ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ലാബ് ഉള്ള ദിവസമാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ലാബ്. ഫോർ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഷെഡ്യൂൾ ആട്ടോ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിൽ 2 ദിവസം ലാബ് ഉള്ളവരാണെങ്കിൽ 2:30 ലാബ്. അപ്പൊ 12:30 to 2:30 നമുക്ക് ലഞ്ച് കഴിക്കാം, റൂമിൽ പോയി വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് വരാം. പിന്നെ 2:30 to 5:30 ലാബാണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജി, ഈ 3 സബ്ജക്റ്റിനും ലാബ്സ് ഉണ്ട്. അപ്പം അത് ആഴ്ച 2 ദിവസം ഉണ്ടാവുള്ളൂ ലാബ്. അല്ലാത്ത ദിവസങ്ങളിൽ 12:30 മുതൽ നമ്മൾ ഫ്രീ ആണ്. പിന്നെ നോർമലി ക്ലാസ്സസ് ചിലപ്പോൾ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കുന്നതോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന്റെ ഇഷ്ടം വെച്ചിട്ട് ദേ ക്യാൻ പ്ലാൻ ക്ലാസ്സസ് എനി ടൈം. ഓക്കെ, സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് തോന്നുന്നു 7 PM ഒരു ക്ലാസ് വരുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ അത് പ്രൊഫസറിന്റെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ക്ലാസ് വെക്കാം, അങ്ങനെ വെക്കാം. അപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ലാബ് ഉള്ള ദിവസങ്ങളിൽ ലാബ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും. എങ്ങനെ ഈ ഒഴിവിട്ടാണെങ്കിൽ സാഫിർ എന്താ ചെയ്യാ? ലൈബ്രറിക്ക് പോവാണോ? നമ്മള് അങ്ങനെ ഹാങ് ഔട്ട് ചെയ്തിരിക്കുക,
അതെ, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ലൊരു വളരെ വിവിഡ് മല്ലു കമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ ആൾക്കാർ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിന്റെ ഒരു തിളപ്പും അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഹാങ് ഔട്ട് ചെയ്യാൻ ആൾക്കാരും ഒക്കെ ഉണ്ട്. ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ നൈസറിലെ കോഴ്സ് സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഒരു ലേശർ ടു ദ ടഫ് സൈഡ് തന്നെയാണ്. എസ്പെഷ്യലി മാത്ത് കോഴ്സസ് ഒക്കെ അത്യാവശ്യം, എസ്പെഷ്യലി നമ്മൾ പുതിയ ഒരു മാത്താണ് പഠിക്കാൻ, ആ ഒരു ടഫ്നെസ് അവിടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു ഇടേണ്ട എഫേർട്ട് നമ്മൾ ഇട്ടില്ലെങ്കിൽ വി കാണ്ട് പുൾ ഇറ്റ് ഓഫ്. ആ ഒരു ടഫ് സൈഡിലോട്ടാണ് ഈ നൈസറിലോട്ട് അല്ലെങ്കിൽ റിസർച്ചിലോട്ട് വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും, ഒരിക്കലും നമ്മള് ഒരു ഈസി പാത്ത് അല്ല. കുറച്ച് ടഫായിട്ടുള്ള കോഴ്സുകൾ, ലൈക്ക് വളരെ ഹൈ IQ പീപ്പിളിന് മാത്രം പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ബട്ട് ലോട്ട് ഓഫ് ടൈം പുട്ടിൻ ചെയ്യേണ്ട ഒരു കോഴ്സ് സ്ട്രക്ചർ തന്നെയാണ് നൈസറിലെ. ഒരു കേക്ക് വാക്കൊന്നുമല്ല, കേക്ക് ഒരിക്കലും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇതാണ്. ഈ അക്കാഡമിക്സിന്റെ സൈഡ് നമ്മൾ പറയുമ്പം 4 മാസമാണല്ലോ ഒരു സെമിസ്റ്റർ അല്ലേ? പിന്നെ 1 മാസം ഒഴിവും, അതായത് ഓഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പം ഓഗസ്റ്റ്, ഞാനിപ്പം ഈവൻ സെമ്മിലോട്ട് കിടക്കാണ്. അപ്പം ഓഗസ്റ്റ് 4 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഈവൻ സെം ആണോ ഓഡ് സെം അല്ലേ? ഞങ്ങളിപ്പോ ഓഡ് സെമ്മിലോട്ട് കിടക്കാണ്. അപ്പം ഓഗസ്റ്റ് 4 ക്ലാസ് തുടങ്ങി. ഒരു ഡിസംബർ 14-15 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് അല്ല, എക്സാം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നൈസറിന് തിരിച്ചു പോരാൻ ആവുന്ന ടൈം അതുവരെയാണ്. പിന്നെ ജനുവരി 1 ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മെയ് 15 തീരും. അതാണ് നൈസറിലെ ടൈമിങ്സ്. അപ്പൊ ഡിസംബറിൽ ഒരു 20 days ലീവ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മിക്കവാറും എക്സാംസ് ഒക്കെ ഡിസംബർ 5-6 കഴിഞ്ഞ് ജനുവരി ഒരു 5 സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു 20 days നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 20-22 വേരി ചെയ്യും, ബട്ട് അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ബട്ട് മെയിലെ ലീവ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. അതൊരു 2.5 months വെരി നല്ലൊരു ലീവ്, ഒരു ലോങ് ലീവ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുമോ? അത് എങ്ങനെയാണ് നമ്മള് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുക? ഇന്റേൺഷിപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ റിസർച്ചിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ്. കാരണം നമുക്ക് ഈ 5 years 5th year 4th year ലാബിൽ ചേരുമ്പോൾ 5th year മാത്രം ആക്ച്വൽ റിസർച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ. ബട്ട് നമുക്കതിന് കാത്ത് നിൽക്കാനുള്ളൊരു ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുന്നതാണ് മറ്റുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. മോസ്റ്റ് പ്രോബബ്ലി ഐസർ, IISc അല്ലെങ്കിൽ TFR, RRI ഒക്കെ പോലത്തെ മറ്റുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ ഇന്റേൺഷിപ്പ് പോകും. ഈ ഇന്റേൺഷിപ്പിന് നൈസറിലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഗ്രാൻഡ് ഉണ്ടായതുകൊണ്ട് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമുക്ക് 20,000 ഗ്രാൻഡ് കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ ഇന്റേൺഷിപ്പിനുണ്ടായ ചെലവുകൾ ഇൻക്ലൂഡിങ് സ്റ്റേ ആൻഡ് ലാബിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് വാങ്ങിയത് ആൻഡ് കുറച്ച് സ്റ്റേഷനറീസ് വാങ്ങിയത്, ഓൾസോ നമ്മുടെ ലാപ്ടോപ്പിന് വേണ്ട ആക്സസറീസ്, ഹെഡ്ഫോൺസ് വാങ്ങിയതോ, ഞാനിപ്പോൾ ഒരു SSD വാങ്ങി, അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ റിയംബേഴ്സ് ആയി കിട്ടും. 20,000 വരെ. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ചെലവിൽ നമ്മൾ ഇന്റേൺഷിപ്പ് പോകേണ്ട ആവശ്യം, അത് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് ഇന്റേൺഷിപ്പിന് പോകാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇന്റേൺഷിപ്പ് പോകും. അതെ, നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നൈസറിൽ, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എനിക്ക് എങ്ങനെയൊന്നും കറക്റ്റ് അറിയില്ല. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇന്റേൺഷിപ്പ് പോകുമെന്ന് നൈസറിൽ ഓൾമോസ്റ്റ് എല്ലാവരും പോകാറുണ്ട്. ഈ ഒരു സെമിസ്റ്ററിൽ പോയി? അതെ, ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ഐസർ TVM ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒരു 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. 2 months ഇന്റേൺഷിപ്പ്. ഈ 2 months ഇന്റേൺഷിപ്പിന്റെ ലെങ്ത്തും നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്റേൺഷിപ്പ് എങ്ങനെ അക്വയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്റേൺഷിപ്പ് ലാർജ്ലി നമ്മൾ കോൾഡ് മെയിൽ അയച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും പോയിട്ട് ഫാക്കൾട്ടി പേജ്, ഇപ്പൊ നൈസർ പോയ നൈസർ ഫാക്കൾട്ടി പേജ് ഉണ്ട്, അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിലും പോയ ഫാക്കൾട്ടി പേജ് കിട്ടും. ആ ഫാക്കൾട്ടി പേജിൽ ആ ഫാക്കൾട്ടീസിന്റെ റിസർച്ച് എന്താണ് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട്, ഫസ്റ്റ് ഇയറിലൊന്നും എനിക്ക് അതൊന്നും വായിക്കുമ്പോൾ 70-80% എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഞാനത് കുറെ വായിച്ചു. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞില്ല, സീനിയേഴ്സിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഫാക്കൾട്ടി പേജസിൽ അവരുടെ ഇത് വായിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ChatGPT അടിച്ചു നോക്കിയാൽ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ലേശം ഒരു ഡെപ്തിൽ നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ കോൾഡ് മെയിൽ അയക്കുക. സർ, എനിക്ക് സാറിന്റെ വർക്ക് ഞാൻ ഇങ്ങനെ വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയാളുടെ Gmail എപ്പോഴും അയാളുടെ വെബ്സൈറ്റ് കൊടുത്തതാണ്. അതിലോട്ട് മെയിൽ അയച്ചിട്ട് സർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ സമ്മറിൽ ഇന്റേൺഷിപ്പ് ചെയ്ത താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞയച്ചാൽ മോസ്റ്റ് പ്രോബ്ലി നോ ആവും ആൻസർ. ബട്ട് ഇങ്ങനെ നമ്മൾ കുറേ മെയിൽ അയക്കുമ്പോൾ
നോക്കുക അതെ ഒരു യെസ് കിട്ടും. ഇപ്പം എനിക്കറിയാം 2-3 മെയിൽ അയച്ച് യെസ് കിട്ടിയവരുണ്ട്. എനിക്കൊക്കെ 3 മെയിൽ അതിന്റെ ആവശ്യം എടുത്തോളൂ. പക്ഷെ 10-20 മെയിൽ കഴിഞ്ഞിട്ട് യെസ് കിട്ടിയവരുണ്ട്. അത് അപ്പൊ നമ്മൾ പെർസിസ്റ്റന്റ് ആയി മെയിൽ അയക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഇപ്പൊ ഇന്റേൺഷിപ്പിന് ഇങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ. അതായത് പ്രോഗ്രാംസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. മോസ്റ്റ് പ്രോഗ്രാംസ് ഇപ്പൊ DFR പ്രോഗ്രാംസ് ഉണ്ട്. ബട്ട് മോസ്റ്റ് പ്രോഗ്രാംസ് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഓൺവേർഡേ എടുക്കുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആസ് ഫസ്റ്റ് ഇയേഴ്സ് വി കാൻ റിയലി ഡു മച്ച് ഓഫ് റിസർച്ച് വർക്ക്. ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് ജസ്റ്റ് ടാഡ് ബിറ്റ് അബവ് +2 കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് ലാബ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ കെമിസ്ട്രിക്കാരാണെങ്കിൽ ഗെറ്റ് ടു പ്ലേ എ ലോട്ട് വിത്ത് ബയോളജിക്കാർക്കൊക്കെ നല്ല രീതിയിൽ ലാബ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫിസിക്സുകാരാണെങ്കിൽ തിയററ്റിക്കൽ ഫീൽഡിലോട്ട് പോവാണെങ്കിൽ എന്താണ് തിയററ്റിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ വാട്ട് ഡസ് ദ തിയററ്റിക്കൽ ഫിസിക്സ് ഡു, അത് മനസ്സിലാക്കാനും, ആപ്ലിക്കേഷനിലാണ് പോകുന്നതെങ്കിൽ ഹൗ ഡസ് ഫിസിക്സ് ലാബ്സ് വർക്ക് അത് മനസ്സിലാക്കാനും ഫസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പ് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ബട്ട് അത് ഒരിക്കലും ഒരു നെസസിറ്റി അല്ല ഫസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഗോ ഹോം ചിൽ, കംപ്ലീറ്റ്ലി ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഐസർ തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പ് ചെയ്ത ആളെന്നുള്ള രീതിയിൽ ചോദിക്കട്ടോ, നമ്മളുടെ കോളേജ് ആയിരുന്നു ഐസർ തിരുവനന്തപുരം. അവിടെ വന്ന് ഒരു 2 മാസം സ്പെൻഡ് ചെയ്തു. ഐസറിലും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ക്യാമ്പസിനെ പറ്റിയുള്ള അഭിപ്രായം? ക്യാമ്പസ് ഒരു നൈസർകാരൻ എങ്ങനെയാണ് ഐസർ തിരുവനന്തപുരം? കേരള ആയതുകൊണ്ട് എനിക്ക് ഒഫീഷ്യൽ അല്ല, ഒരു ബയസ് ഫുഡൊക്കെ വെച്ചൊരു ബയസ് ഉണ്ടാവും. ബട്ട് പറയാതിരിക്കാൻ വയ്യ, ഐസർ TVM ക്യാമ്പസ് ഭയങ്കര സുന്ദരമാണ്. അത് ഒരു ഭയങ്കര ഒരു നേച്ചറുമായിട്ട് അങ്ങ് ഭയങ്കര രീതിയിൽ അത് ഇഴകി ചേർന്ന ഒരു ക്യാമ്പസ്, വളരെ സുന്ദരമായിട്ടുള്ള ക്യാമ്പസുമാണ്. എനിക്ക് പേഴ്സണലി നൈസറിൽ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും ഐസർ വന്ന ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, പച്ചപ്പുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി പച്ചപ്പൊക്കെ ഒരു വെക്കേഷൻ മൂഡില് ഇഷ്ടമുള്ളൂ. അത് കഴിഞ്ഞ് വർക്ക് മോഡുള്ള കാര്യം എനിക്ക് നൈസറിലതും പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. ഇപ്പം അത്യാവശ്യം ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്പയർഡ് ടു ഐസർ ക്യാമ്പസ് ആ ഒരു ബ്യൂട്ടി നൈസർ ലാക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണിൽ ഒബ്വിയസ്ലി എൻ്റെതായോണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എനിക്കൊരു ഒരു ബ്യൂട്ടി തോന്നും നൈസറിന്, അതുകൊണ്ടാണ്. പിന്നെ ഫുഡ് നോക്കുകയാണെങ്കിൽ അതെനിക്ക് ഒഫീഷ്യലി കമന്റ് ചെയ്യാൻ അധികാരമില്ല എന്ന് പറയാം. കാരണം ഐസറിലെ ഫുഡ് മോർ ടു ദ കേരള. ഐസറിൽ 2 ടൈപ്പ് ഫുഡ് ഐസറിൽ കിട്ടുന്നുണ്ട്, മോർ ടു സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. സോ ഒബ്വിയസ്ലി ഐസറിലെ ഫുഡാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പീപ്പിൾ ഷുഡ് റിയലി. പിന്നെ ഫുഡൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഐസറിൽ ഇച്ചിരി മോശമാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡൊക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നൈസറും ഐസറും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, എന്താ പറയാ, നൈസറിലുള്ള ഫാക്കൽറ്റീസിന്റെ ഒക്കെ ടീം എങ്ങനെയാണ്? ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കില്ലേ? എങ്ങനെയാണ് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്? അവരുടെ ഒരു മെന്ററിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നൈസറിലെ ഫാക്കൽറ്റീസ് പറയുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം വളരെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് നൈസറിൽ. ലൈനപ്പ് ഉണ്ട്. അതെ, ഇപ്പൊ ഞാൻ ഐസറിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ നല്ലൊരു ഇതുണ്ട്. പിന്നെ അവരുടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, all of them are researchers. They are not mentors or teachers. They are researchers, and in research field highly accomplished people ആണ്. അപ്പം അവരുടെ ടീച്ചിങ് എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്ക് അളക്കുന്നതിലൊരു അല്ലെ അത് കമ്പയർ ചെയ്ത് പറയുന്നതിൽ എനിക്കൊരു ചെറിയ ഇതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടീച്ചേഴ്സും ഉണ്ട്, മോശം ടീച്ചേഴ്സും ഉണ്ടായിട്ടുണ്ട്. അത് മോശം എന്ന് പറഞ്ഞാൽ വളരെ അങ്ങ് ബോറായിട്ടോ ഒന്നുമല്ല. അതായത് പ്രൈമറിലി അവർ റിസർച്ചേഴ്സ് ആണ്. അതെ, പ്രൈമറിലി അവർ റിസർച്ചേഴ്സ് ആണ്. സംടൈംസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ടീച്ചേഴ്സിന് ലൈക്ക് ഒരു ഫസ്റ്റ് ഇയറിന്റെ അടുത്ത് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കാനുള്ള ഒരു ചില ടീച്ചേഴ്സിന് തോന്നിയിട്ടില്ല. ബട്ട് സംടൈംസ് ചില ടീച്ചേഴ്സ്, ഇപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷനുള്ള ടീച്ചറൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഒപ്പം ഇറങ്ങി പഠിപ്പിച്ചവരുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഫാക്കൽറ്റീസിന്റെ ഇത് വരുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഈ ഐസറിലാണെങ്കിലും കോളേജുകളിലുള്ള ഡിസ്കസ് ചെയ്തപ്പം ഫാക്കൽറ്റീസ് ആർ ദർ ടു ഡു ദെയർ റിസർച്ച് മോസ്റ്റ്ലി. കാരണം അവര് പാഷനേറ്റ് റിസർച്ചേഴ്സ് ആണ്. അതെ, ഇപ്പം എന്റെ കേസ് നോക്കിയാലും നമ്മള്
നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതെ. ഞാനൊരു നല്ല റിസർച്ചറായ ഞാൻ അങ്ങ് എല്ലാവരെയും ഇരുത്തി പഠിപ്പിക്കാൻ അതെ, ഉള്ളൊരു അത് അവരുടെ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് അതെ, പഠിപ്പിക്കുക duty ആണ് എന്നുള്ളത്. പാഷൻ എന്ന് അതെ പറയുന്നത് അതെ അതർ അതെ സൈഡ് അതർ റിസർച്ച് സൈഡാ. ആണ്. കാരണം ടു നർച്ചർ ദ നെക്സ്റ്റ് കമ്മിങ് ജനറേഷൻ, അത് അതെ. അവരുടെ ഒരു എത്തിക്കൽ ഡ്യൂട്ടിയും കൂടിയാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ട്രൈയിങ്, ബട്ട് കുറച്ച് ഒരു ഇതുള്ളതായിട്ടും അതെ ഓക്കെ ഓക്കെ ആയിട്ട് ഓക്കെ അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. അതെ. ബട്ട് ഇഫ് നിങ്ങൾക്ക് ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാം. പഠിച്ചെടുക്കാം. അതിനുള്ള സപ്പോർട്ട് നൈസറിന് കിട്ടുന്നുണ്ട്. പിന്നെ വർക്ക് ലോഡും പ്രഷറും കൂടി വരും ഓരോ ഇയർ കഴിയുമ്പോഴും. ഫസ്റ്റ് ഇയറിൽ ഞാനൊന്നും അങ്ങനെ വർക്ക് ലോഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഐ ഗെസ് എസ്പെഷ്യലി SPS ഒക്കെ നല്ല വർക്ക് ലോഡ് ഉണ്ടെന്ന്. വർക്ക് ലോഡ് നൈസറിൽ ഇൻഫേമസ് ആണ്. ഇച്ചിരി കൂടുതൽ വർക്ക് ലോഡ് എന്നുവെച്ചാൽ മെക്കാനിക്കൽ, നോട്ട് ജസ്റ്റ് മെന്റൽ സ്ട്രെസ്. കുറെ ടഫ് സബ്ജക്ട്സ് പഠിക്കേണ്ടതല്ല, കുറെ വർക്ക് ചെയ്യാണ്ട്, ലാബ് റിപ്പോർട്ട്സ് കുറെ എഴുതാണ്ട്, അങ്ങനെ കുറച്ച് വർക്ക് ലോഡ് ഉണ്ടെന്നുള്ളത് നൈസറിൽ ഉള്ള ഒരു സത്യമാണ്. വർക്ക് ലോഡ് അത്യാവശ്യം ഉണ്ടെന്നുള്ളത്. ഫിസിക്സിന്റെ കാര്യം എനിക്ക് മെയിൻലി പറയാൻ പറ്റുള്ളൂ. ഞാൻ സീനിയേഴ്സിനോട് കൂടുതൽ ഡിസ്കസ് ചെയ്തത് അതിനെ പറ്റിയാണ്. ഫിസിക്സിൽ അത്യാവശ്യം വർക്ക് ലോഡ് ഉള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റിൽ കുറച്ച് താരതമ്യേന കുറവാണ് വർക്ക് ലോഡ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് നൈസറാണ് പ്രൈമറിലി ആയിട്ട് എല്ലാവരും പുറത്തേക്ക് കേൾക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നൈസറിന്റെ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് CEBS. അപ്പൊ നെക്സ്റ്റിന് നല്ലൊരു റാങ്ക് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നൈസർ വേഴ്സസ് CEBS ഒരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതാ കുറച്ചും കൂടെ പോകാൻ നല്ല കോളേജ്? അതെ, നൈസറും CEBSഉം DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറിൽ വരുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. DAEയും HBNAയും ഹോമി ജെ ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നിട്ട് ആണ് നൈസർ എന്ന സ്ഥാപനം ഇതായിട്ടുള്ളത്. അപ്പം പക്ഷെ DAEയും യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയും ചേർന്നിട്ടാണ് CEBS എന്നുള്ള സ്ഥാപനം ഇതായിട്ടുള്ളത്. CEBSനെ പറ്റി എനിക്ക് കേട്ടറിവും വായിച്ച് ഇതായിട്ടുള്ള അറിവേ ഉള്ളൂ. അല്ല, സാഫിറിന്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. CEBSഉം ഈ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്ക് ഓപ്ഷൻ കൊടുക്കുക ചെയ്യാ നെക്സ്റ്റ് എക്സാമിൽ. ആക്ച്വലി അത്യാവശ്യം മാർക്കുള്ളവർക്കാണ് CBSൽ എന്ത് കിട്ടുക. ഫസ്റ്റ് പ്രിഫറൻസ് CBS ആണ് വരാറ്. അതെ, അല്ലെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം, ബട്ട് ജനറലി യു ഹാവ് ടു ഹാവ് റാങ്ക് വേണം. കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആണ് CBS. കാരണം CBSലാകെ എനിക്ക് കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, വളരെ ലെസ് 45 സീറ്റ്സ് അത്രേ ഉള്ളൂ. 167 സീറ്റ് നൈസറിലും റിമൈനിങ് 30 സംതിങ്. നൈസറിൽ 200 സീറ്റ്സ് ഉണ്ട്. നൈസറിൽ മാത്രം 200 സീറ്റ്സ്, അതെനിക്ക് അറിയാം. നൈസറിൽ 200 സീറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പെർ മേജർ 14 സീറ്റ്സ് ഓർ 15 സീറ്റ്സ്, അങ്ങനെ 4 മേജർ CBSലുള്ളൂ. വളരെ ലിമിറ്റഡ്. അതെ, ദാറ്റ്സ് എന്നോട് ചോദിച്ചാൽ ഞാൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയും. കാരണം ജസ്റ്റ് 15 സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര ഹൈ ആണ്. 15 സ്റ്റുഡൻസിന്റെ ഒരു ക്ലാസ് പഠിപ്പിക്കുന്നതും 60 സ്റ്റുഡൻസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്നതും ഒരു ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള ആൾക്ക് മനസ്സിലാവും, ഒരു ക്ലാസ് ഇരുന്ന ആൾക്കും മനസ്സിലാവും. അത് വളരെ വ്യത്യാസമുണ്ട്. ഓൾസോ നമ്മുടെ പ്രൊഫസേഴ്സിനെയൊക്കെ കൂടുതൽ അറ്റൻഷൻ കിട്ടും. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ വളരെ ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുകൊണ്ട് CBS അങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ലൈക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. CBSനേക്കാൾ ഞാൻ നൈസർ പ്രിഫർ ചെയ്യും. കാരണം ഒരു ലാർജർ കമ്മ്യൂണിറ്റി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ, നമുക്കൊരു കോളേജ് ഫീൽ. യെസ് അതെ, ആ ഒരു ഫീല് വരുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഐ വുഡ് സ്റ്റിൽ പ്രിഫർ നൈസർ. ജസ്റ്റ് പേഴ്സണൽ ചോയ്സാ. അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ ഞാൻ എൻട്രൻസ് കാലത്ത് കുറെ കമ്പയർ ചെയ്തതിന്റെ അറിയുള്ളൂ. പേഴ്സണലി എനിക്ക് CBSലെ ആൾക്കാരെ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ബട്ട് CBS ഈസ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് ഓപ്ഷൻ. അതിനെപ്പറ്റി നോക്കേണ്ട ഒരു ഓപ്ഷനാണ്. നൈസർ നെക്സ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആരും CBSനെ പറ്റി അറിഞ്ഞ് ഇതാക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പം സാഫിർ എൻട്രൻസ് പ്രിപ്പറേഷൻ പറഞ്ഞു. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചിട്ടല്ല നൈസറിലേക്ക് കയറുന്നത്, നെക്സ്റ്റ് എക്സാം വെച്ചിട്ടാണ്. അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും നെക്സ്റ്റ് എഴുതാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ആ ഒരു എക്സാം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏത് രീതിയിലുള്ള പ്രിപ്പറേഷനിൽ വ്യത്യാസം വരുത്തിയാലാണ് നമുക്ക് നൈസറിന്റെ എക്സാമിലേക്കുള്ള ഒരു ഷിഫ്റ്റ് പറ്റുക? IIT ആൻഡ് നെക്സ്റ്റ് സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. IITയിൽ 4 സബ്ജക്റ്റും പരിഗണിക്കും, 4 സബ്ജക്റ്റിന്റെ മാർക്കും. നെക്സ്റ്റിൽ
4 സബ്ജക്റ്റും നമ്മൾ എഴുതണം പരീക്ഷയിൽ. ബട്ട് അതിൽ ബെസ്റ്റ് 3 സ്കോർസ് അഥവാ ഏത് 3 സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർസ് ഉള്ള അതേ അവർ പരിഗണിക്കുള്ളൂ. ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ്, അതായത് 3 സബ്ജക്ട് വെച്ചാണ് ടോട്ടൽ മാർക്ക് അതെ അവർ പരിഗണിക്കുള്ളൂ. സോ അങ്ങനെ ഒരു സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ മോർ ടു കുറച്ചധികം ടഫ് സൈഡിലോട്ടാണ് നെക്സ്റ്റ് എക്സാം. പറയുകയാണെങ്കിൽ ഐ വുഡ് സേ IIT-യേക്കാൾ മേലെയും അഡ്വാൻസിനേക്കാൾ തൊട്ട് താഴെയും അഡ്വാൻസിനേക്കാൾ തൊട്ട് താഴെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതെ, അഡ്വാൻസിനേക്കാൾ തൊട്ട് താഴെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ്സ് ആണ്. ബട്ട് വെരി ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി പറയാനുള്ളത് ബയോളജി ക്വസ്റ്റ്യൻ സെറ്റ് ഒക്കെ അതെല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഞാൻ JEE മെയിൻസ് ബാച്ച് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ JEE മെയിൻസ് സിലബസ് എടുത്താൽ പഠിച്ചത്. ബട്ട് ബയോളജി പഠിച്ചിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ദ യൂഷ്വൽ ടിപ്പിക്കൽ നീറ്റ് ക്വസ്റ്റ്യൻസ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ്, വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പറേഷനിൽ ഐ വുഡ് സേ നെക്സ്റ്റ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നവർ കുറച്ചും കൂടെ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് നന്നാവും. കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആണ്. IIT-യിലെ ക്വസ്റ്റ്യൻസിനും ഇത് ആവശ്യമുണ്ട്. കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആണ്. ഐസറിലെ ഒരു ടാഡ് ബിറ്റ് ഒരു പൊടിക്ക് കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത്. PYQs കമ്പയർ ചെയ്താൽ ആർക്കും അതും സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പം ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു വരുത്ത ആവശ്യം. ഓൾഡ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നത് ഒരു പരിധി വരെ ആവും. അല്ലെങ്കിൽ ഏർലിയർ JEE മെയിൻസ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ദേ വർ വെരി സിമിലർ. എനിക്ക് ഫീൽ ചെയ്താണ് ദേ വർ വെരി സിമിലർ. ഏർലിയർ JEE മെയിൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒക്കെ വളരെ സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് സാഫിറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നൈസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നോട്ട് ജസ്റ്റ് റിസർച്ച്, എല്ലാവരും റിസർച്ചിന് വേണ്ടി തന്നെയാണ് നൈസറിൽ എത്തുന്നത്. പക്ഷെ സാഫിറിന് അറിയാവുന്ന സീനിയേഴ്സിന്റെ ഒരു കരിയറും ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കരിയർ ഓപ്പർച്യൂണിറ്റീസ്, നൈസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒബ്വിയസ്ലി റിസർച്ച് ഒരു ഇതാണ്. അതിന്റെ ഒരു പാത്രം ഞാൻ ഫസ്റ്റ് പറയാം. നൈസറിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നു, എന്നിട്ട് നമ്മൾ ഒരു പിന്നെ നമ്മൾ PhD-ക്ക് പോകണം. PhD-ക്ക് കൂടുതൽ പേരും പുറത്ത് പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് പുറത്ത് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഒക്കെ വളരെ വളരെ അട്രാക്റ്റീവും ആണ്. ഇന്ത്യയിലെ സ്റ്റൈപ്പൻഡ് കറന്റ് ലേശം കുറവാണ്. അപ്പം പുറത്തു പോകാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ PhD ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് PhD-ക്ക് ശേഷം പോസ്റ്റ് ഡോക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ റിസർച്ചിലോട്ട് അക്കാഡമിയിലോട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാന്നുള്ളതാണ്. കാരണം ഇപ്പം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ചേഴ്സിന് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും ഒരു റിസർച്ച് R&D ടീം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെന്റ് ടീം ഉണ്ട്. അതുകൊണ്ട് റിസർച്ചേഴ്സിന് അവിടെയും സ്കോപ്പ് നല്ല രീതിയിൽ ഉണ്ട്. എസ്പെഷ്യലി ഇഫ് യു ആർ ഫ്രം ബയോളജി ഓർ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട്. കെമിസ്ട്രിയിലൊക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പം ഞാൻ പരിചയപ്പെട്ടവരൊക്കെ ഫാർമസ്യൂട്ടിക്കൽസിലും ഡ്രഗ് സിന്തസിസ് അങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഡിമാൻഡുള്ള ഒരു ടൈമാണ് ഫോർ കെമിസ്ട്രി സ്റ്റുഡൻസ്. ബയോളജി സ്റ്റുഡൻസിനും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഇൻ ഫിസിക്സ് ഓൾസോ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫീൽഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെറ്റീരിയൽ സയൻസ്, അതെ, അങ്ങനെ ഇതുള്ള ഒരു ഇതാണ്. അപ്പൊ ഇൻഡസ്ട്രി ഒരു ഓപ്ഷനാണ്. ഇപ്പൊ ഒരു നൈസറിലേക്ക് ഒരാൾ എത്തി, അപ്പം അവസാനത്തെ സെമിസ്റ്റർ ഒക്കെ ആയപ്പം ആ ആൾക്ക് തോന്നുകയാണ് റിസർച്ച് വർക്ക്ഔട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തായാലും അക്കാഡമിയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് തോന്നുകയാണ്. അയാൾക്ക് പിന്നെ ഒരു എക്സിറ്റ് ഓപ്ഷനേ ഇല്ലാത്ത രീതിയിൽ അയാൾ ലോക്ക് ആവും? ആക്ച്വലി ഇല്ല. നൈസറിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എക്സിറ്റ് എടുത്താൽ ഡിപ്ലോമ കിട്ടും. തേർഡ് ഇയറിൽ എക്സിറ്റ് എടുത്താൽ നമുക്ക് BSc കയ്യിലുണ്ടാവും. 5th ഇയർ കഴിഞ്ഞാൽ നമുക്ക് MSc കയ്യിലുണ്ടാവും. ആ ഒരു എക്സിറ്റ് ഓപ്ഷൻസ് എപ്പോഴും ഉണ്ട് നൈസറിൽ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും നൈസറിലുണ്ട്. എക്സിറ്റ് ഓപ്ഷൻ ഇപ്പൊ സാഫിർ പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്തായിരുന്നു വെച്ചാൽ 5 വർഷത്തിന് ശേഷം ഒരാൾ മനസ്സിലാക്കി എനിക്ക് PhD-ക്ക് പോകണ്ട, അതല്ലാതെ MSc കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ് PhD അല്ലാതെ അയാൾക്ക് വേറെ എന്തെങ്കിലും കരിയറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും? അങ്ങനെ പോയ ആളുകൾക്ക് പേഴ്സണലി അറിയാം? എനിക്ക് പേഴ്സണലി അല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും
ഒരു 5th ഇയറിൽ ഞാൻ പറഞ്ഞില്ലേ റിസർച്ച് എക്സ്പോഷർ നമുക്ക് 5th ഇയറിലെ കറക്റ്റ് കിട്ടുന്നുള്ളൂ. അതെ അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അതെ എനിക്ക് ദിസ് ഈസ് നോട്ട് വാട്ട് ഐ വാണ്ട് എന്ന് അതെ ജീവിതം കൊണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട് കൊടുക്കണോ വേണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാവും. കാരണം ആ PhD പാത്ത് പോവാണെങ്കിൽ ഒരു 5 ഇയർ ഒരു 3 ഇയർ ഒക്കെ പിന്നെയും PhD പിന്നെയും പോസ്റ്റ് ഡോക്ക് അങ്ങനെ പോകേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് MSc കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഐ വുഡ് സേ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്നതാവും വളരെ നല്ല ഒരു ഓപ്ഷൻ. ഇപ്പം ഞാൻ കെമിസ്ട്രി ബയോളജി കാര്യം പറഞ്ഞു. ഫിസിക്സ്കാരെ പറ്റിയാണെങ്കിൽ ഫിസിക്സ്കാർക്ക് ഈ ഫൈനാൻസിങ് ആൻഡ് ആ ഫീൽഡിലൊക്കെ നല്ല ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊഫസറൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. പ്രൊഫസർ കേംബ്രിഡ്ജിൽ നിന്ന് ഫിസിക്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആദ്യം വന്ന ഓഫർ ആക്ച്വലി ഒരു ബാങ്ക് എന്ന് വളരെ ഒരു വലിയ ബാങ്ക് എന്ന് വളരെ ഒരു ഇംപ്രസീവ് സാലറി ഉള്ളൊരു ഓഫർ ആയിരുന്നു വന്നത്. അപ്പം പാഷൻ ഓവർ ഇത് ചൂസ് ചെയ്ത് അക്കാഡമിക്ക് വന്നതാണ്. അപ്പം ഫിസിസ്റ്റുകൾക്ക് ആ ഒരു ഓപ്ഷൻ നല്ല രീതിയിലുണ്ട്. പിന്നെ അത് നമ്മുടെ മേജറും നമ്മുടെ റിസർച്ച് ഫീൽഡും അനുസരിച്ചിരിക്കും. അപ്ലിക്കേഷൻ ഉള്ള റിസർച്ച് ഫീൽഡ് ആണെങ്കിൽ സെർട്ടൻലി ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ് നമുക്ക്. നമ്മുടെ റിസർച്ച് ഫീൽഡ് അനുസരിച്ചിരിക്കും. ബട്ട് ഐ തിങ്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ. സോ സാഫിർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിലും പബ്ലിക് ആയിട്ട് അവൈലബിൾ ആയിട്ട് നൈസറിനെ കുറിച്ചുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ബ്രേക്കില് സാഫിർ ഒരാഴ്ച മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ? അപ്പൊ അതിന് ആ സമയത്ത് തന്നെ സാഫിറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇപ്പൊ ഈ ക്രിസ്പറിന്റെ ഓഫീസിൽ എത്തി നമ്മളുടെ കൂടെ വളരെയധികം സമയം ചെലവഴിച്ചുകൊണ്ട് നൈസറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുമാണ് സാഫിർ എന്ന് പറയുന്ന ആള്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആള് തന്നെയാണ്. അപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ്സ് ആയിട്ടും ചോദിക്കാം അല്ലെ? നമ്പർ നമുക്ക് ഷെയർ ചെയ്യാം. പബ്ലിക് ആയിട്ട് ഷെയർ ചെയ്യേണ്ട, നമുക്ക് അല്ലാതെ ഷെയർ ചെയ്യാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. എനിക്കൊരു നോട്ടും കൂടെ ചെയ്യാണ്ട്. നെക്സ്റ്റ് ഇയർ മുതൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കഴിഞ്ഞ ശേഷവും നൈസറിലെ ഫീസ് സ്ട്രക്ചറിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നൈസർ വെബ്സൈറ്റ്സിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ നൈസർ നോക്കാം. യൂട്യൂബിൽ ആ റിസോഴ്സസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫീ സ്ട്രക്ചേഴ്സ് ഓഫ് എവറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ. അപ്പൊ അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അവിടെ നിർത്താതെ വെബ്സൈറ്റ് അടിച്ചു പോയാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ അത് ആ റിസോഴ്സസിലേക്കുള്ള ലിങ്ക് നമുക്ക് താഴെ തന്നെ കൊടുക്കാം. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. കാരണം സാഫിർ ഇപ്പൊ പറഞ്ഞ 9,800 ഒക്കെ ഫീ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണും അല്ലെ? അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് 39,000. പക്ഷെ അതൊരു 23,000 എന്ത് മെസ് ഫീസ്. ഞങ്ങൾക്ക് മെസ് ഫീസ് ഇല്ല നൈസറിൽ. ഞങ്ങൾ അപ്പൊ പൈസ കൊടുത്ത് അപ്പൊ കഴിക്കുന്ന സിസ്റ്റം. ഇപ്പൊ മെസ്സിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് 23,000 ഫോർ 5 months മെസ് ഫീസ് ആണ്. ഇപ്പൊ പെർ സം 39K പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പം 9,800 എന്ന് പറഞ്ഞാൽ സാഫിറിന്റെ ഒരു സ്വയം എക്സ്പീരിയൻസ് ആണ്. അത് തീർച്ചയായിട്ടും ഈ വർഷം മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്പറിൽ വരുന്ന ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ റിസോഴ്സസിലേക്കുള്ള ലിങ്ക് കൊടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ചെക്ക്ഔട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക്സ് ഫോർ യുവർ ടൈം. Thank you so much. Of course. It's my pleasure.